വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റീഫൻ ഹോക്കിൻ്റെ ഒരു ബയോഗ്രഫിയെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കാൻ പോവുകയാണ്. പേജ് നമ്പർ 19. He became popular and well accepted among his peers. They remember him as lively, buoyant and adaptable. He wore his hair long, was famous for his wit, liked classical music and science fiction and took part in sports. He became popular. അവൻ വളരെ പോപ്പുലറായിത്തീർന്നു. എല്ലാവർക്കും അറിയപ്പെടുന്ന ജനകീയനായ ഒരാളായിത്തീർന്നു. പോപ്പുലർ മീൻസ് ജനകീയൻ. He became popular. അവൻ വളരെ പോപ്പുലറായിത്തീർന്നു. And well accepted among his peers. And well accepted. വളരെയധികം സ്വീകാര്യനായിത്തീർന്നു. Among his peers. Peer mean തൻ്റെ സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ എന്നർത്ഥം. Peer mean സമപ്രായക്കാരായ ആളുകൾ. അപ്പോൾ among his peers തൻ്റെ സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ അവൻ വളരെയധികം സ്വീകാര്യനായിത്തീരുന്നു. വെൽ അഡാപ്റ്റഡ്. അക്സെപ്റ്റഡ് മീൻസ് സ്വീകാര്യനായിത്തീരുക എന്നർത്ഥം. They remember him as a lively, buoyant and adaptable. They remember him. ഈ ഫ്രണ്ട്സ് റിമെമ്പർ ഹിം, ഇവനെ ഓർക്കുന്നത് ആസ് ലൈവ്ലി. ലൈവ്ലി എന്ന് പറഞ്ഞാൽ വളരെ ലൈവ്ലിയാണ് അയാളെന്ന് പറയും. ഇവിടെ സജീവമാണ്. ലൈവ്ലി മീൻസ് സജീവമാണ്. അപ്പോൾ ആസ് എ ലൈവ്ലി, വളരെ സജീവമായ. ബുയൻറ്റ് മീൻസ് എപ്പോഴും ഉണർന്ന് ഉന്മേഷത്തോടെ പ്രവർത്തിക്കുന്ന എന്നർത്ഥം. ബുയൻറ്റ് എപ്പോഴും ഉന്മേഷത്തോടെ പ്രവർത്തിക്കുന്ന. ആൻഡ് അഡാപ്റ്റബിൾ, എല്ലാവർക്കും സ്വീകാര്യനായ. അഡാപ്റ്റബിൾ എല്ലാവർക്കും സ്വീകാര്യനായ. അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യനായ, ഉന്മേഷത്തോടെ പ്രവർത്തിക്കുന്ന, വളരെ സജീവമായ ഒരാളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ ഓർക്കുന്നത്. ദേ റിമെമ്പർ ഹിം. അവർ അദ്ദേഹത്തെ ഓർക്കുന്നത് അങ്ങനെയാണ്. ഹി വോർ ഹിസ് ഹെയർ ലോങ്. ഹി വോർ ഹിസ് ഹെയർ ലോങ്. തൻ്റെ മുടി അദ്ദേഹം വളരെ നീട്ടി വളർത്തി. ധാരാളം മുടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഹി വോർ ഹിസ് ഹെയർ ലോങ്. വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്. ഹി വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്. വിറ്റ് എന്നർത്ഥം. വിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ പറയാം ഭയങ്കര വിറ്റാണ്, അല്ല തമാശയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. വിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അർത്ഥം കുശാഗ്രബുദ്ധിയോടുകൂടിയുള്ള വർത്തമാനം എന്നാണ്. നല്ല ബുദ്ധി സാമർഥ്യത്തോടു കൂടിയുള്ള വർത്തമാനത്തിനാണ് വിറ്റ് എന്ന് പറയുക. അതൊരു വിറ്റാണെന്ന് പറഞ്ഞാലും ബുദ്ധിപൂർവമായ തമാശകളെയാണ് നമ്മൾ വിറ്റ് എന്ന് പറയുക. അല്ലാതെ വെറും തമാശയാണ് ജോക്ക് എന്ന് പറയുക. ഹീ ഈസ് എ വെരി ജോക്കർ. ജോക്കറാണ് അയാൾ എന്ന് പറയും. അപ്പോൾ ബുദ്ധിപൂർവമായൊരു തമാശയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹി വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്. അങ്ങനെയുള്ള വിറ്റിന്, ബുദ്ധിക്ക് അവൻ വളരെ ഫേമസ് ആയിരുന്നു, ഭയങ്കര പ്രസിദ്ധനായിത്തീർന്നു. ഹി ലൈക്ഡ് ക്ലാസിക്കൽ മ്യൂസിക്. അയാൾക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് സയൻസ് ഫിക്ഷൻ, സയൻസ് നോവൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്. ടുക്ക് പാർട്ട്, ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് എന്നർത്ഥം. ടേക്ക് പാർട്ട്, പാർട്ടിസിപ്പേറ്റ്. ഓക്കെ. അപ്പോൾ ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്, സ്പോർട്സിൽ അയാൾ പങ്കെടുത്തു. ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞു കൊടുത്ത്, ടേക്ക് ഒരു വാക്കാണ്, പാർട്ട് വേറെ വാക്കാണ്. രണ്ട് വ്യത്യസ്തമായ വാക്കുകളെ ഒരുമിച്ച് ചേർക്കുന്നതിന് നമ്മൾ ഫ്രൈസ് എന്നാണ് പറയുക. ഓക്കെ. രണ്ട് വ്യത്യസ്തമായ വാക്കുകളെ ഒരുമിച്ച് ചേർത്ത് ഒരു വാക്കാക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഫ്രൈസ് എന്ന് പറയും. PHRASE, ഫ്രൈസ്. ഇഷ്ടംപോലെ വാക്കുകൾ ഇംഗ്ലീഷിൽ അങ്ങനെ ഉണ്ടായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോ ഓൺ, തുടരുക. ഗോ ഒരു വാക്കാണ്, ഓൺ വേറൊരു വാക്കാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായ വാക്കുകളെ ഒരുമിച്ച് ചേർത്ത് ഗോ ഓൺ എന്നർത്ഥം കൊടുത്തു എന്ന് വേറൊരു വാക്കുണ്ടാക്കി. ദാറ്റ് ഈസ് എ ഫ്രൈസ്. ലൈക്ക് ദാറ്റ്. ടേക്ക് പാർട്ട്. ടേക്ക് പാർട്ട് ഈസ് എ ഫ്രൈസ്. കാരണം എന്തുകൊണ്ടാണ്? ടേക്ക് വേറൊരു വാക്കാണ്, പാർട്ട് വേറൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം വ്യത്യാസമാണ്. ടേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് എടുക്കുക എന്നാണ്. പാർട്ട് എന്ന് പറഞ്ഞൊരു ഭാഗം എന്നാണ്. പക്ഷെ ടേക്ക് പാർട്ട് എന്ന് പറയുന്നൊരു വാക്കിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വേറൊരു മീനിങ് ആണ് അതിനുള്ളത്. ആ ഒറ്റ വാക്കിന് വേറെ മീനിങ് ആണ്. പങ്കെടുക്കുക എന്നർത്ഥം. പാർട്ടിസിപ്പേറ്റ്. ആൻഡ് ടുക്ക് പാർട്ട് ഇൻ സ്പോർട്സ്. അയാൾ സ്പോർട്സിൽ പങ്കെടുത്തു. നെക്സ്റ്റ് നോക്കാം. However, at the end of third year, Hawking almost flunkered.
He selected theoretical physics as his specialty. He had then applied to do PhD at Cambridge and was accepted on condition that he got a first from Oxford. Hawking was confident that he could get through successfully, but as the examination day approached, his confidence failed. Hawking ended up disastrously on the borderline between the first and second. However, at the end of the third year, however, what's the meaning? Nevertheless. എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. However, എന്നിരുന്നാലും. However means എന്നിരുന്നാലും. At the end of the third year, okay, അവസാന വർഷത്തിൻ്റെ അവസാന നാളിൽ Hawking almost fluntered. Hawking almost struggled. Flunter means struggled എന്നർത്ഥം, കഷ്ടപ്പെട്ടു എന്നർത്ഥം. Struggle means കഷ്ടപ്പെടുക. Hawking almost fluntered. Hawking മിക്കവാറും വളരെയധികം കഷ്ടപ്പെട്ടു. He selected theoretical physics as his specialty. അയാളുടെ സ്പെഷ്യാലിറ്റി എന്ന നിലയ്ക്ക് തിരഞ്ഞെടുത്ത വിഷയം തിയററ്റിക്കൽ ഫിസിക്സ് ആണ്. ഹി സെലക്റ്റഡ് തിയററ്റിക്കൽ ഫിസിക്സ്. അയാൾ തിയററ്റിക്കൽ ഫിസിക്സ് സെലക്ട് ചെയ്തു ആസ് ഹിസ് സ്പെഷ്യാലിറ്റി. തൻ്റെ സ്പെഷ്യാലിറ്റി എന്ന നിലയ്ക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയം തിയററ്റിക്കൽ ഫിസിക്സ് ആണ്. He had then applied to do a PhD. He had then applied. അയാൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ദെൻ അപ്ലൈഡ്. അയാൾ അപ്പോഴേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ദെൻ എന്ന് പറഞ്ഞ വാക്കിന് അപ്പോഴേക്കും എന്നാണ് അർത്ഥം അവിടെ. ഹി ഹാഡ് ദെൻ അപ്ലൈഡ്. അയാൾ അപ്പോഴേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ടു ഡു എ PhD. ഒരു PhD ഡോക്ടറേറ്റ് ബിരുദം നേടാമെന്ന് തീരുമാനിച്ച് ഇന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് കാംബ്രിഡ്ജ്. എവിടെ? കാംബ്രിഡ്ജിൽ. ആൻഡ് വാസ് അക്സെപ്റ്റഡ് എന്ന് മാത്രമല്ല, ഹിസ് അപ്ലിക്കേഷൻ വാസ് അക്സെപ്റ്റഡ്. അയാളുടെ അപ്ലിക്കേഷൻ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ആൻഡ് വാസ് അക്സെപ്റ്റഡ് ബട്ട് ഓൺ ദ കണ്ടീഷൻ, ഒരു വ്യവസ്ഥൻ്റെ പുറത്ത് ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ദറ്റ് ഹി ഷുഡ് ഗെറ്റ് എ ഫസ്റ്റ് ഫ്രം ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൽ നിന്ന് അവന് ഫസ്റ്റ് കിട്ടണം. അങ്ങനെ ഒരു കണ്ടീഷനോടുകൂടെ കാംബ്രിഡ്ജിൽ അവന് PhD ചെയ്യാനുള്ള അവൻ്റെ അപ്ലിക്കേഷൻ സ്വീകരിക്കപ്പെട്ടു. വാട്ട് വാസ് ദ കണ്ടീഷൻ? ഹി ഷുഡ് ഗെറ്റ് ദ ഫസ്റ്റ് അറ്റ് ഓക്സ്ഫോർഡ്. So his application was accepted by the Cambridge University to do a PhD on the condition, ഒറ്റ കണ്ടീഷൻ്റെ പുറത്ത്. എന്താണ്? he should get first at Oxford. Hawking was very confident. ഹോക്കിങ്ങിന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, ഭയങ്കര അശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നു. that he could get through successfully. He could get through എന്ന് പറഞ്ഞാൽ കടന്നു പോകും. He could get through successfully. വിജയകരമായി ഇതവൻ കടന്നു പോകുമെന്നവൻ നല്ല ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നു. വലിയ റിസ്ക്കുള്ള സംഗതിയൊന്നുമല്ല. താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ വിഷയത്തിൽ അവന് ഒന്ന് ഫസ്റ്റ് കിട്ടണം, അത്രയേ ഉള്ളൂ. അത് കിട്ടുമെന്ന് തന്നെയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങും വിചാരിച്ചത്. പക്ഷേ ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച്ഡ്, ആസ് ദ എക്സാമിനേഷൻ ഡേ കെയിം, എക്സാമിനേഷൻ ദിവസം വന്നപ്പോൾ, but as the examination day approached, his confidence failed. അവൻ്റെ കോൺഫിഡൻസ് പരാജയപ്പെട്ടു പോയി. അവൻ ആ വിശ്വാസമില്ലാതെയായി. Hawking ended up disastrously on the borderline. Hawking ended up എന്ന് പറഞ്ഞാൽ end up, അവസാനിക്കുക. Hawking ended up disastrously. അങ്ങേയറ്റം ദുരന്തപൂർണമായി ഹോക്കിങ്ങിനെ അവസാനിപ്പിക്കേണ്ടി വന്നു. On the borderline, അതിർത്തിയിൽ വെച്ചുകൊണ്ട്, ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്, സെക്കൻഡിൻ്റെയും ഫസ്റ്റിൻ്റെയും ഇടയിലുള്ള ബോർഡർ ലൈനിൽ വെച്ചുകൊണ്ട് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇത് ദുരന്തപൂർണമായി അവസാനിപ്പിക്കേണ്ടി വന്നു. വലിയ കഷ്ടമായിപ്പോയി അല്ലേ? കിട്ടുമെന്നാണ് സ്റ്റീഫൻ ഹോക്കിങ് വിചാരിച്ചത്, പക്ഷേ കിട്ടിയില്ല എന്നർത്ഥം. നെക്സ്റ്റ് നോക്കാം. ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട്, the examiner summoned Hawking for an interview and questioned him about his plans. In spite of the tenseness of the situation, Hawking managed to come up with a kind of remark for which he was famous for among his friends. If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So I expect that you will give me a first. He got his first and he went to Cambridge. എന്താ പറഞ്ഞു നോക്കാം. ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട്, ഇങ്ങനെ ഒരു അതിർത്തിയിലുള്ള ഒരു റിസൾട്ടിനെ അഭിമുഖീകരിച്ചുകൊണ്ട്,
ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട്. ബോർഡർ ലൈൻ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആ അതിർ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിലുള്ള റിസൾട്ട്, ദാറ്റ് ഈസ് ബോർഡർ ലൈൻ റിസൾട്ട്. ഫേസ്ഡ് വിത്ത് എ ബോർഡർ ലൈൻ റിസൾട്ട്. ദ എക്സാമിനേഴ്സ് സമൻസ് അയക്കുക എന്ന് പറഞ്ഞില്ലേ, ഹാജരാവാൻ പറയുക അല്ലേ? ദ എക്സാമിനേഴ്സ് സമൻഡ്. എക്സാമിനേഴ്സ് മീൻസ് എക്സാം നടത്തുന്നയാളുകൾ. സമൻഡ് വിളിച്ചു ചേർത്തു. ഹോക്കിങ്ങിനെ വിളിച്ചു. ഫോർ ആൻ ഇൻ്റർവ്യൂ, ഒരു ഇൻ്റർവ്യൂവിനെ വിളിച്ചു. ഇൻ്റർവ്യൂവിന് വന്നോളൂ, നിങ്ങൾക്ക് സെക്കൻഡ് അല്ലേ, അത് നിലക്ക് അദ്ദേഹത്തെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആൻഡ് ക്വസ്റ്റ്യൻ ഹിം അബൌട്ട് ഹിസ് പ്ലാൻസ്. ആൻഡ് ക്വസ്റ്റ്യൻ ഹിം, ആൻഡ് ദേ ക്വസ്റ്റ്യൻ ഹിം, അവർ ഇവനോട് ചോദിച്ചു അബൌട്ട് ഹിസ് പ്ലാൻസ്, എന്തായിരിക്കും നിൻ്റെ പ്ലാനുകൾ എന്ന് ചോദിച്ചു. In spite of the tenseness of the situation. In spite of the tenseness of the situation. Tenseness means സാന്ദ്രത. ഒരു ഭീകരമായ സാന്ദ്രമായ അവസ്ഥയാണെങ്കിൽ പോലും, in spite of the tenseness of the situation, ആ സിറ്റുവേഷൻ്റെ സാന്ദ്രത ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, ഹോക്കിംഗ് മാനേജ് ചെയ്തു to come up with the kind of remark. Come up with, അതൊരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫ്രേസാണ്. come up with, ഉണ്ടോ? കാണാതെ പഠിക്കണം ആ വാക്ക്, ആ ഫ്രേസ്. പരീക്ഷയ്ക്ക് പലയിടത്തായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. come up with, what's the meaning? to produce an answer, ഒരു ഉത്തരം കൊടുക്കുക എന്നർത്ഥം. എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നതിനാണ് നമ്മൾ പറയുക come up with. ഓക്കെ, ആ ഭാഗം മറക്കരുത്. come up with, to produce an answer. അപ്പോൾ ഹോക്കിംഗ് മാനേജ് ചെയ്തു ടു കം അപ്പ് വിത്ത് എ കൈൻഡ് ഓഫ് റിമാർക്ക്, ഒരു പ്രത്യേകതരം റിമാർക്കോടുകൂടെയുള്ള ഒരു ആൻസർ കൊടുക്കാൻ, ശ്രദ്ധേയമായൊരു ആൻസർ കൊടുക്കാൻ അദ്ദേഹം മാനേജ് ചെയ്തു. ഫോർ വിച്ച്, അങ്ങനെയുള്ള ആൻസറുകൾക്ക്, ഫോർ വിച്ച്, അതിന് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. ഹി വാസ് വെരി ഫേമസ്. ഫോർ വിച്ച് ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. തൻ്റെ ഫ്രണ്ട്സിനിടയിൽ അദ്ദേഹം അത്തരത്തിലുള്ള ആൻസറുകൾക്ക് വളരെ ഫേമസ് ആണ്. ഓക്കെ, ഹി വാസ് ഫേമസ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ തൻ്റെ ഫ്രണ്ട്സുകൾക്കിടയിൽ അദ്ദേഹം ആ ഒരു വിഷയത്തിൽ വളരെയധികം ഫേമസ് ആണ്. പെട്ടെന്ന് ഉരുളക്കുപ്പേരി കൊടുക്കുക, പെട്ടെന്ന് നല്ല മറുപടി കൊടുക്കുക, ഇതിനൊക്കെ. അങ്ങനെ ഒരു നല്ല മറുപടി കൊടുത്തു ആര്? നമ്മളെ സ്റ്റീഫൻ ഹോക്കിംഗ്. നോക്കാം എന്താ മറുപടി നോക്കാം. ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ് കിട്ടുകയാണെങ്കിൽ, ഐ ഷാൽ ഗോ ടു കാംബ്രിഡ്ജ്, ഞാൻ കാംബ്രിഡ്ജിലേക്ക് പോകും. ഓക്കെ, യെസ്. ഇഫ് ഐ റിസീവ് എ സെക്കൻഡ്, എനിക്ക് സെക്കൻഡ് കിട്ടുകയാണെങ്കിൽ, എനിക്ക് സെക്കൻഡ് കിട്ടുകയാണെങ്കിൽ, ഐ വിൽ റിമൈൻ അറ്റ് ഓക്സ്ഫോർഡ്, ഞാൻ ഓക്സ്ഫോർഡിൽ ഉണ്ടാകും. സോ അതുകൊണ്ട് എക്സ്പെക്ട് മീൻസ് പ്രതീക്ഷിക്കുക. ഐ എക്സ്പെക്ട് ദാറ്റ്, ഞാൻ പ്രതീക്ഷിക്കുന്നത്, യു വിൽ ഗിവ് മി എ ഫസ്റ്റ്, നിങ്ങളെനിക്കൊരു ഫസ്റ്റ് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ്, അയാളുടെ ഫസ്റ്റ് കിട്ടി. ആൻഡ് ഹി വെൻറ്റ് ടു കാംബ്രിഡ്ജ്, അയാൾ കാംബ്രിഡ്ജിലേക്ക് പോവുകയും ചെയ്തു. നല്ലൊരു മറുപടി ആയിരുന്നു അല്ലേ? അപ്പോൾ അവർക്ക് തന്നെ തോന്നി, ഇദ്ദേഹത്തിന് നമ്മൾ ഫസ്റ്റ് കൊടുക്കുകയാണ് നല്ലത്. കാരണം ഫസ്റ്റ് കൊടുത്താൽ അദ്ദേഹത്തിന് കാംബ്രിഡ്ജിൽ പോയിട്ട് PhD ചെയ്യാമല്ലോ. ഇല്ലെങ്കിൽ അദ്ദേഹം ഓക്സ്ഫോർഡിൽ തന്നെ വീണ്ടും PG എടുത്ത് അങ്ങനെ നിലനിന്ന് പോകേണ്ടി വരില്ലേ? നമുക്ക് അദ്ദേഹത്തിന് ഉന്നത പഠനത്തിലുള്ളൊരു അവസരം കൊടുക്കാം എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് ഫസ്റ്റ് കൊടുത്തു. അദ്ദേഹം അവിടെ കയറി. ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. ഹിസ് slipshod mathematical background caught up with him, and he found general relativity extremely tough. Neither foremost disastrous problem arose then. During his third year at Oxford, Hawking started getting clumsy. He had fallen once or twice for an apparent reason. The following autumn at Cambridge, he had trouble tying his shoes and sometimes he had difficulty talking. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ നിർണായകമായ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജിലുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർഷം വാസ് വേഴ്സ് മീൻസ് മോശം എന്നർത്ഥം. ബാഡ്, ബെറ്റർ, വേഴ്സ്. ഓക്കെ, ബാഡ് മോശം, ബെറ്റർ ബാഡ്, വേഴ്സ്റ്റ്. ബാഡ് മോശം, വേഴ്സ് അതിനേക്കാൾ മോശം, വേഴ്സ്റ്റ് ഏറ്റവും മോശം. ഗുഡ് നല്ലത്, ബെറ്റർ അതിനേക്കാൾ നല്ലത്, ബെസ്റ്റ് ഏറ്റവും നല്ലത്.
ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അതേപോലെ ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. ഓക്കെ, റൈറ്റ്. അവിടെ വാസ് വേഴ്സ് വളരെ മോശമായിരുന്നു. ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്, എവിടെയുള്ളതിനേക്കാളും ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്, ഓക്സ്ഫോർഡിൽ ഉള്ളതിനേക്കാളും വളരെ മോശമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാംബ്രിഡ്ജിലുള്ള 1ാമത്തെ വർഷം. ഹിസ് സ്ലിപ്പ് ഷോട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെ വളരെ മോശമായ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹം കണക്ക് വല്ലാതെ പഠിച്ചിട്ടില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കണക്ക് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. കണക്ക് പഠിച്ചാൽ നിനക്ക് വെറും ടീച്ചറാകാമെന്നല്ലാതെ കൂടുതൽ ജോബ് ഓപ്ഷൻസുകൾ അവിടെ ഉണ്ടാവില്ല. സോ യു ക്യാൻ ബെറ്റർ ചോയ്സ് ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഫിസിക്സ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഹിസ് സ്ലിപ്പ് ഷോട്ട് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ വളരെ വീക്കായിട്ടുള്ള കണക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കോട്ട് അപ്പ് വിത്ത് ഹിം, ക്യാച്ച് അപ്പ് വിത്ത് ഹിം, അവനെ പിടികൂടി. കോട്ട് അപ്പ് വിത്ത് ഹിം. And he found general relativity extremely high. And he found, മാത്രമല്ല അയാൾ ഇങ്ങനെ മനസ്സിലാക്കി, ജനറൽ റിലേറ്റിവിറ്റി ആപേക്ഷിക സിദ്ധാന്തം, പൊതുജന ആപേക്ഷിക സിദ്ധാന്തം, അത് എക്സ്ട്രീംലി ടഫ്, വളരെയധികം ടഫാണ്, എനിക്കത് പഠിക്കാൻ പറ്റണില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. അത് പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്, അത് പ്രശ്നമല്ല നോക്കാം. Neither far more disastrous problems arose then. Neither far more disastrous. Disastrous means ദുരന്തപൂർണമായ. Neither far more disastrous. അതിനേക്കാൾ മറ്റൊരു വളരെയധികം ദുരന്തപൂർണമായിട്ടുള്ളൊരു പ്രോബ്ലം arose then. ഒരു പ്രശ്നം അപ്പോൾ ഉയർന്നു വന്നു. പ്രോബ്ലം arose then. അപ്പോൾ ഉയർന്നു വന്നു. എന്തായിരുന്നത്? During his 3rd year. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ കൊല്ലത്തിൽ, during his 3rd year, അദ്ദേഹത്തിൻ്റെ 3ാമത്തെ കൊല്ലത്തിനിടയിൽ അറ്റ് ഓക്സ്ഫോർഡ്, എവിടെ? ഓക്സ്ഫോർഡിൽ ഉണ്ടായിരുന്നു. അറ്റ് ഓക്സ്ഫോർഡ്, കണ്ടില്ല? അറ്റ് കാംബ്രിഡ്ജ്, അക്യൂട്ട് സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണ്, യു ആർ സ്റ്റഡിങ് അറ്റ് മാർക്കേഴ്സ്. ഓക്കെ, അക്യൂട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ അറ്റ് ഓക്സ്ഫോർഡ്, ഡ്യൂറിങ് ഹിസ് 3rd year അറ്റ് ഓക്സ്ഫോർഡ്, ഓക്സ്ഫോർഡിലുണ്ടായിരുന്ന തൻ്റെ 3ാമത്തെ കൊല്ലത്തിൽ ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. ക്ലംസി എന്ന് പറഞ്ഞാൽ ഒരുതരം മങ്ങൽ, ഒരുതരം അസ്വസ്ഥതകൾ, ഇതൊക്കെ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. ഹോക്കിംഗ് സ്റ്റാർട്ടഡ്, ഹോക്കിങ്ങിന് തുടങ്ങി. ഗെറ്റിംഗ് ക്ലംസിയായി തീരാൻ തുടങ്ങി, വളരെയധികം മങ്ങൽ വരാൻ തുടങ്ങി. ഹി ഹാഡ് ഫാളൻ വൺസ് ഓർ ട്വൈസ്. ഹി ഹാഡ് ഫാളൻ, ഫാൾ മീൻസ് വീഴുക. ഹി ഹാഡ് ഫാളൻ, അയാൾ വീണിട്ടുണ്ടായിരുന്നു. വൺസ് ഓർ ട്വൈസ്, 1-2 തവണ അയാൾ വീണു. ഫോർ നോ അപ്പാരന്റ് റീസൺ, ഫോർ നോ ഇമ്പോർട്ടൻറ്റ് റീസൺ, ഒരു പറയത്തക്ക കാരണവുമില്ലാതെ. ഫോർ നോ അപ്പാരന്റ് റീസൺ. വീഴാൻ എന്തെങ്കിലും കാരണമാണല്ലോ, ഒന്നെങ്കിൽ ഇങ്ങോട്ട് ഒരാൾ തള്ളിയിടണം, നോക്കി അയാൾ വീണെന്ന് പറയാം, അല്ലെങ്കിൽ അയാൾ വെച്ചുത്തി താഴെ വീണു എന്ന് പറയാം. ഇത് ഫോർ നോ അപ്പാരന്റ് റീസൺ, ഒരു പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഹി ഹാഡ് ഫോളൻ വൺസ് ഓർ ട്വൈസ്, 1-2 തവണ ഇയാൾ വീണിട്ടുണ്ടായിരുന്നു. ദ ഫോളോവിങ് ഓട്ടം, അടുത്ത ആ ശരത്കാലത്തിൽ, ഓട്ടം വന്നപ്പോൾ അറ്റ് കാംബ്രിഡ്ജ്, കാംബ്രിഡ്ജിലെത്തിയപ്പോൾ ഹി ഹാഡ് ട്രബിൾ ടൈങ് ഹിസ് ഷൂസ്. ഹി ഹാഡ് ട്രബിൾ മീൻസ് പ്രയാസം. ഹി ഹാഡ് ട്രബിൾ ടൈങ് ഹിസ് ഷൂസ്, തൻ്റെ ഷൂസ് കെട്ടുന്നതിനാണ് ടൈങ് ഹിസ് ഷൂസ് എന്ന് പറയാം. ടൈങ് ഹിസ് ഷൂസ്, ഹി ഹാഡ് ട്രബിൾ, അയാൾക്ക് പ്രയാസമുണ്ടായിരുന്നു. ടൈങ് ഹിസ് ഷൂസ്, തൻ്റെ ഷൂസ് കെട്ടാൻ പ്രയാസമുണ്ടായി. കൈയൊന്നും വേണ്ട വിധം അനങ്ങണില്ല, എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ. ആൻഡ് സംടൈംസ്, ചില സമയത്ത് ഹി ഹാഡ് ഡിഫിക്കൽറ്റി ടോക്കിംഗ്. ഹി ഹാഡ് ഡിഫിക്കൽറ്റി, അയാൾക്ക് പ്രയാസമുണ്ടായിരുന്നു ടു ടോക്ക്, സംസാരിക്കാൻ പ്രയാസമുണ്ടായി. അപ്പോൾ എന്തൊക്കെയോ ചില ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അലട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st birthday in 1963, Hawking contracted to rare disease, amyotrophic lateral sclerosis, for which there was no known cure. It caused a gradual disintegration of the nerve cells in the spinal cord and the brain. At first, he went into a deep depression. He didn't know what he ought to do or what his future would be like. Shortly after his 21st birthday, ഷോർട്ട്ലി വളരെ അടുത്ത കാലം അല്ലേ, വളരെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, ആഫ്റ്റർ ഹിസ് 21st birthday in 1963,
1963 തൻ്റെ 21st ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഷോർട്ട്ലി ഓപ്പൺ, കേട്ടിട്ടില്ലേ? ഷോർട്ട്ലി കമ്മിങ് സൂൺ, കമ്മിങ് വളരെ പെട്ടെന്ന് ഉടനെ തന്നെ വരുന്നു. ഷോർട്ട്ലി കമ്മിങ്, ഷോർട്ട്ലി ഓപ്പൺ ഉടനെ തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നു. ഓക്കെ, ഷോർട്ട്ലി ഇനാഗുറേറ്റഡ് ഉടനെ ഈ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോകുന്നു. സോ ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963, 1963 തൻ്റെ 21ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ ഉടനെ ഹോക്കിങ്ങിന് പോരാടേണ്ടി വന്നു. എ റയർ ഡിസീസ്, വളരെ അപൂർവമായ ഒരു രോഗത്തിനോട് പോരാടേണ്ടി വന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണാൻ പോകുന്നത്. മനുഷ്യൻ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കോൺട്രാക്റ്റഡ് എ റയർ ഡിസീസ്, അപൂർവമായൊരു രോഗം. എന്താ പേരെന്നറിയാം? അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന രോഗം. എന്താണ് രോഗത്തിൻ്റെ പ്രത്യേകത? ഫോർ വിച്ച് ആ രോഗത്തിന് there was no known cure. Cure means ചികിത്സ. There was no known means KNOWN, known അറിയപ്പെട്ട. There was no known cure, അറിയപ്പെട്ട ഒരു ചികിത്സ ഉണ്ടായിരുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള രോഗം സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പിടികൂടി. ഇറ്റ് കോസ്റ്റ് എ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ്. എന്താ കാരണം? ഇറ്റ് കോസ്റ്റ് മീൻസ് കാരണമാവുക. ഇറ്റ് കോസ്റ്റ് അത് കാരണമാകുന്ന എ ഡിസിൻറ്റഗ്രേഷൻ. ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക. ഇൻറ്റഗ്രേഷൻ കൂടിച്ചേരുക, ഡിസിൻറ്റഗ്രേഷൻ വിട്ടുപോരുക. ഓക്കെ, ഇൻറ്റഗ്രേഷൻ, ഡിസിൻറ്റഗ്രേഷൻ. ഇറ്റ് കോസ്ഡ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ്. നെർവ് സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പൈനൽ കോഡിലുള്ള നാഡീവ്യവസ്ഥയുടെ സെല്ലുകൾ. നാഡീവ്യവസ്ഥകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ വരികയാണ്. ആ നാഡീവ്യവസ്ഥയുടെ സെല്ലുകൾ ഇങ്ങനെ ഡിസിൻറ്റഗ്രേഷൻ വിട്ടു പോരുന്നു. ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. സ്പൈനൽ കോഡ് നട്ടല്. സ്പൈനൽ കോഡിലും ആൻഡ് ദ ബ്രെയിൻ തലച്ചോറിലുമുള്ള നെർവ് സെൽസുകൾ ഇങ്ങനെ ഡിസിൻറ്റഗ്രേഷൻ ചെയ്തു പോരുന്നു. അതാണ് ഈ രോഗം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം കെട്ടുന്ന സമയത്ത് ഷൂസിൻ്റെ വള്ളി കെട്ടുമ്പോൾ ഇവിടെ നിന്ന് ഒരു കൽപ്പന, ഒരു ഓർഡർ നമ്മൾ ബ്രെയിനിലേക്ക് പോകണം. ആ ബ്രെയിൻ അത് സ്വീകരിച്ച് ബ്രെയിൻ തിരിച്ചു വിടുമ്പോഴാണ് സ്വാഭാവികമായിട്ടത് ആ പ്രവർത്തനം അവിടെ നടക്കുന്നത്. നമ്മൾ ബ്രെയിനുമായിട്ട് നമ്മൾ ഈ ഒരു കണക്ഷൻ നിർവഹിക്കുന്നത് ഈ നെർവ് സെല്ലുകളാണ്. ആ നെർവ് സെല്ലുകൾ തമ്മിലുള്ളയിരിക്കുന്ന കണക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വൈദ്യുതി പ്രവാഹം നമ്മുടെ തലച്ചോറിലേക്ക് ചെല്ലുകയും അതിനാവശ്യമായിട്ടുള്ള ഓർഡർ തരികയും ചെയ്യുന്നത്. അത് നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവുക? ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അറ്റ് ഫസ്റ്റ് ആദ്യം ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. ഇതാണ് രോഗമെന്നറിഞ്ഞപ്പോൾ അവന് ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോയി. ഭയങ്കര ഡിപ്രഷൻ അവന് തോന്നി. ഹി ഡിഡ് നോട്ട് നോ, അവൻ അറിഞ്ഞൂടാ വാട്ട് ഹി ought to do, what he should do. അവൻ എന്തു ചെയ്യണമെന്ന് അവൻ അറിയില്ല. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ought to do, അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ല. ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്. വാട്ട് ഹിസ് ഫ്യൂച്ചർ, എന്തായിരിക്കും തൻ്റെ ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്, ഏതുപോലെയായിരിക്കും എന്ന് പറയാൻ അവന് സാധ്യമായില്ല. സോ ഹി വെൻറ്റ് ഇൻ ടു ഡീപ്പ് ഡിപ്രഷൻ. അതുകൊണ്ട് അയാൾ ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയി. My dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been very bored in the life. There did not seem to be anything worth doing. But shortly after I came out of the hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things to do. If I were reprieved, another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well as do some good. നമുക്ക് നോക്കി നോക്കാം. ആ ഒരു പാരഗ്രാഫ് ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കാം. മൈ ഡ്രീംസ് അറ്റ് ദ ടൈം, ആ സമയത്തുള്ള എൻ്റെ സ്വപ്നങ്ങൾ were rather confused, താരതമ്യേന ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റാത്തൊരവസ്ഥ സംജാതമായി. മൈ ഡ്രീംസ് അറ്റ് ദ ടൈം were rather confused, he admitted. അഡ്മിറ്റ് മീൻസ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് അഡ്മിറ്റഡ് എന്ന് പറയും, അതല്ല ഇവിടെ ഉദ്ദേശം. അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക എന്നർത്ഥം. ഹി അഗ്രീഡ്
He admitted. He agreed. അവൻ സമ്മതിച്ചു. Before my condition was diagnosed. Diagnose means diagnose പരിശോധിക്കുക. Before my condition was diagnosed. എൻ്റെ കണ്ടീഷൻ പരിശോധിക്കപ്പെടുന്നതിനേക്കാളും മുമ്പ് I had been very bored with life. I had been very bored. ബോറടിക്കുക. I had been very bored. ഞാൻ ഭയങ്കര ബോറടിച്ചിട്ടുണ്ടായിരുന്നു with the life. ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ബോറുണ്ടായിരുന്നു. There did not seem to be anything worth doing. There did not seem, അവിടെ എനിക്ക് തോന്നിയിരുന്നില്ല, to be anything, എന്തെങ്കിലും ഉണ്ടെന്ന്, worth doing, ചെയ്യാൻ പറ്റിയ നല്ല മൂല്യമുള്ള എന്തെങ്കിലും ഞാൻ ചെയ്തു എന്ന് എനിക്ക് ഒരിക്കലും പോലും തോന്നിയിട്ടില്ല. But shortly after I came out of hospital. പക്ഷേ shortly നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ. After I came out of hospital. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉടനെ I dreamt past tense ആണ്. I dreamt, dream present, verb 1, dreamt verb 2, dreamt verb 3. I dreamt, ഞാൻ സ്വപ്നം കണ്ടു, that I was going to be executed. Execute means നടപ്പിലാക്കുക. I was going to be executed. ഞാൻ നടപ്പിലാക്കാൻ പോകുന്ന ഒരു കാര്യത്തെ ഞാൻ സ്വപ്നം കണ്ടു. I suddenly realized, പെട്ടെന്ന് തന്നെ I suddenly realized means understood. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി that there were a lot of things to do. There were, അവിടെ ഉണ്ട്, a lot of worthwhile things, വളരെ മൂല്യമുള്ള ധാരാളം കാര്യങ്ങൾ to do, അവിടെ ചെയ്യാനുണ്ട്. അങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ, മൂല്യമുള്ള ധാരാളം കാര്യങ്ങളിലേക്ക് ചെയ്യാനുണ്ട്. If I were reprieved, എൻ്റെ രോഗം മാറുകയാണെങ്കിൽ, if I were reprieved, എൻ്റെ രോഗം മാറുകയാണെങ്കിൽ, another recurring dream, മറ്റൊരു കടന്നു വരുന്ന സ്വപ്നം, another recurring dream, മറ്റൊരു കടന്നു വരുന്ന സ്വപ്നം was, എന്തായിരുന്നു? The idea of sacrificing my life, എൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുക എന്ന ഐഡിയ ആയിരുന്നു. The idea of sacrificing my life to save others, മറ്റുള്ളവരെ രക്ഷിക്കാൻ എൻ്റെ ലൈഫ് ഞാൻ അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്കെങ്ങാനും ജീവിതം തിരിച്ചു കിട്ടുകയാണെങ്കിൽ, ആഫ്റ്റർ ഓൾ, എല്ലാത്തിനപ്പുറത്ത്, ഇഫ് ഐ വേർ ഗോയിങ് ടു ഡൈ, ഞാൻ മരിക്കാൻ പോവുകയാണെങ്കിലോ, ഇഫ് ഐ വേർ ഗോയിങ് ടു ഡൈ, ഞാൻ മരിക്കാൻ പോവുകയാണെങ്കിലോ, ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്, അപ്പോഴും ഞാൻ എനിക്ക് പറ്റിയ നല്ല കാര്യങ്ങൾ ചെയ്യും. ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്, അപ്പോഴും ഞാൻ എനിക്ക് പറ്റിയ നല്ല കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി കൂടി നമുക്കെടുത്ത് ആ പാഠം അടുത്ത ക്ലാസ്സോടെ അവസാനിപ്പിക്കണം. ഓക്കെ, താങ്ക് യു.